പ്രധാനപ്പെട്ട ദൈവം ആരാന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും. ഏതൊരു മലയാളിയെ പോലെ ഞാൻ പറയും നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വന്തം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞാനും നിങ്ങളെപ്പോലെ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സാക്ഷാൽ ഗാനഗന്ധർവൻ അത് ദാസാർ തന്നെയാണ്. ദാസാറ വെളുത്ത തൊപ്പിയും താടിയും വെച്ചിരിക്കുമ്പോൾ ശരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന ഫ്രണ്ട് ഇരിക്കുന്നത്. അയ്യോ, എന്തായാലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ. ഈ ഉടുപ്പ് ഇട്ടോണ്ട് ഈ കോട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കൈയോട് എല്ലാരും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ വേറെ സംഭവിക്കത്തില്ല. ഈ കീറൽ ഇവിടെ എന്തിനാണ് നമ്മള് നല്ലൊരു ചാനൽ എനിക്ക് ചെയ്യായിരുന്നു, പക്ഷെ ഞാൻ അടിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. ഇപ്പൊ മനസ്സിലാകേ കുഞ്ഞായിരുന്നെങ്കിൽ കുഞ്ഞോള് കുഞ്ഞായിരുന്നെങ്കിൽ ഇത് ആക്കിയതല്ലേ അമ്മാവ. ഇനി വേറൊരു പുസ്തകം എഴുത്തുപുരയിലാണ്. ഇനിയും വരുമോ തള്ളച്ചി. നമുക്കൊരു കാര്യം ചെയ്യാൻ, ഈ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ ആ സിനിമയുടെ ഒക്കെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു ആ സിനിമയൊക്കെ ഷൂട്ടിങ്? അല്ല, ഞങ്ങള് മൂന്നാമത്തെ മോള് ജനിക്കണേന് മുന്നായിരുന്നു ആ പടം. ആ ശരി, 2000. അത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നോ? പിന്നെ എഴുതി ആൾക്കൊരു ഉമ്മയുണ്ട് എന്റെ വക. ആ ചീഞ്ഞ ഉമ്മ ആർക്കും നിനക്ക് എങ്ങനെ അറിയാം എന്റെ ഉമ്മ ചീഞ്ഞതാണോ? എങ്ങനെ അറിയാം? മോളെ ബികോം കഴിഞ്ഞ് എന്താവാൻ ആഗ്രഹിക്കുന്നത്? m4mari.com. പുതിയ ജഡ്ജസ് വേണമെന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസറും പ്രോഗ്രാം ഹെഡും ഒളിഞ്ഞു നിന്ന് സംസാരിക്കാൻ നിങ്ങൾ കേട്ടു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.